ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് മൈദയും ഗോതമ്പ് മാവും ചേർത്ത് നല്ല അടിപൊളി പൊറോട്ട തയ്യാറാക്കാം. അപ്പോൾ പൊറോട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം 1 കപ്പ് മൈദ ചേർക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് മാവും കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് മാവ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് മൈദ മാത്രം എടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അടുത്തതായിട്ട് വേറൊരു ബൗൾ എടുക്കാം. അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട വേണ്ടാത്തവർക്ക് അത് ഒഴിവാക്കാം, പക്ഷേ ചേർക്കുമ്പോൾ പൊറോട്ട കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച മാവിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിനകത്തേക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ആ മുട്ടയും മാവും കൂടി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട മാവിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 100 ml പാലെടുത്തിട്ടുണ്ട്. ചെറിയ ചൂട് പാലാണ്. ഇതിന് പകരം ഇതേ അളവിൽ തന്നെ വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. കുറച്ചായിട്ട് ചെറിയ ചൂട് പാല് ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. പാലിൻ്റെ അളവ് ചിലപ്പം കൂടുതലോ കുറവോ ഒക്കെ വരാം. അത് നിങ്ങൾ ഉപയോഗിക്കുന്ന മാവിനനുസരിച്ച് വ്യത്യാസം വരാം. അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണിത് കുഴച്ചെടുക്കേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിന് പകരം വെള്ളം വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ പാല് ചേർക്കുമ്പോൾ പൊറോട്ട കൂടുതൽ ടേസ്റ്റി ആയിരിക്കും, അതുപോലെ കൂടുതൽ സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഈ മാവിൻ്റെ പരുവം കറക്റ്റായിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണ് വേണ്ടത്. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, ഇത് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ നെയ്യും എണ്ണയും ചേർത്തില്ലേ, അതിന് പകരം സാധാരണ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയിൽ, അതായത് തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കിട്ടുന്ന പൊറോട്ടയിൽ അവർ ഡാൽഡയാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഡാൽഡ ചേർത്ത് കഴിഞ്ഞാൽ പൊറോട്ടയ്ക്ക് ശരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡാൽഡ ഉണ്ടെങ്കിലും അതുപോലെ അത് ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതുപോലെ എണ്ണയും നെയ്യും കൂടി ചേർത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. 4 മിനിറ്റാണ് കുഴയ്ക്കേണ്ടത്. സമയം നോക്കി തന്നെ കുഴയ്ക്കാം. 4 മിനിറ്റ്. കുറച്ച് നേരം നമ്മളിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ചേർത്ത എണ്ണയും നെയ്യും ഈ മാവിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ടങ്ങ് പിടിക്കും. ആ സമയത്ത് ചിലപ്പോൾ മാവ് വീണ്ടും ഒട്ടുന്നതായിട്ട് തോന്നും. അപ്പോൾ ആ സമയത്ത് വീണ്ടും 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. എണ്ണ ഒഴിക്കാവുള്ളൂ, നെയ്യ് ഒഴിക്കരുത്. കാരണം നെയ്യുടെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കാൻ പാടില്ല. ഇപ്പം കണ്ടോ, ഞാൻ കുറച്ച് നേരം ഒന്ന് കുഴച്ച് കഴിഞ്ഞപ്പോൾ താഴെയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഈ സമയത്ത് ഞാൻ വീണ്ടും 1 ടീസ്പൂൺ എണ്ണ ഇതിനകത്തോട്ട് ഒഴിക്കുവാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഈ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ നമുക്കിങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കുന്നതായിട്ട് തോന്നുന്നോ ആ സമയത്തൊക്കെ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ മാവ് 4 മിനിറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല സ്മൂത്തായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്കൊരു 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് ഫുൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് മൂടി വയ്ക്കാം. ഇത് നമുക്കൊരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം വളരെ പ്രധാനമാണ് കേട്ടോ. മിനിമം അരമണിക്കൂർ എന്തായാലും വെക്കണം, എന്നാലേ പൊറോട്ട നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് അടച്ച് മാറ്റി വയ്ക്കാം. മാവ് റെഡിയാക്കി വെച്ചിട്ടിപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു. കണ്ടോ, ഇത് കൂടുതൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം, കണ്ടില്ലേ? ഇതിനെ നമുക്കിനി ചെറിയ ചെറിയ ഉരുളകളാക്കി വെക്കാം. അപ്പോൾ മാവ് ഞാനിവിടെ 7 ചെറിയ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള അത്ര എണ്ണ മതി. വീണ്ടും ആ നനഞ്ഞ തുണി ഉപയോഗിച്ച് മൂടി ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഉരുളകൾ പരത്തിയെടുക്കണം. ഞാൻ കൗണ്ടർ ടോപ്പിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല വൃത്തിയുള്ള കൗണ്ടർ ടോപ്പിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മാവൊന്നും ചേർക്കാതെ ആണിത് പരത്തുന്നത്. അപ്പോൾ എണ്ണ ഒഴിച്ച് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു ഉരുള എടുക്കുക. എന്നിട്ട് ആദ്യം കൈവച്ച് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചപ്പാത്തിക്കോല് വെച്ചിട്ട് പറ്റുന്നിടത്തോളം കനം കുറച്ച് പരത്തി കൊടുക്കുക. ഇത് ശരിക്കും വളരെ എളുപ്പത്തിൽ പരത്താൻ പറ്റും, കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്.
അപ്പോൾ പതുക്കെ നമ്മൾ ആ ചപ്പാത്തി കോല് വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് നല്ല കനം കുറഞ്ഞ് പരന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ഷേപ്പ് ഒന്നും പ്രശ്നമല്ല, എങ്ങനെയെങ്കിലും നിങ്ങൾ പരത്തിയാൽ മാത്രം മതി. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ചിലപ്പോൾ ഹോൾസൊക്കെ വീഴും, അതും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 തുള്ളി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൈവച്ച് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരല്പം മൈദ മാവും കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു അരിപ്പയിലാണ് മൈദ മാവ് എടുത്തിട്ടുള്ളത്, അപ്പോൾ ഇടാൻ എളുപ്പമുണ്ട്. ടാപ്പ് മൈദയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് ആ ലെയറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ സാരിയുടെയൊക്കെ ഞൊറിയെടുക്കില്ലേ, അതുപോലെ ഞൊറിഞ്ഞെടുക്കുക. എളുപ്പമാണ് ചെയ്യാൻ. കറക്റ്റ് ഞൊറിയൊന്നും ആവണമെന്നൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ലെയർ ആക്കി എടുത്താൽ മതി. ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരറ്റത്തൊന്ന് ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. പിന്നെ ചുരുട്ടുന്ന സമയത്ത് നല്ല ലൂസായിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. ആ ലെയറുകൾ തമ്മിൽ നമ്മളിങ്ങനെ പിടിച്ച് അമർത്തുമൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ലൂസായിട്ട് ചുരുട്ടിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ആദ്യം ഇത് നന്നായിട്ട് പറ്റുന്നിടത്തോളം കനം കുറച്ച് പരത്തിയെടുക്കാം. നമ്മളിതിനകത്ത് കുറച്ച് ഗോതമ്പ് മാവും കൂടി ചേർത്തിരിക്കുന്ന കാരണം ഇത് പരത്താൻ എളുപ്പമാണ്. മൈദ മാവ് മാത്രമാണെങ്കിൽ നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് അത് വീണ്ടും ഇങ്ങനെ അകത്തോട്ട് ചുരുങ്ങി ചുരുങ്ങി വരുന്ന പോലെ തോന്നും. അപ്പോൾ നന്നായി പരത്തിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് 2-3 തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് കൈവച്ച് തന്നെ നന്നായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദ മാവ് ഒന്നിട്ട് കൊടുക്കുക. ഒരു അരിപ്പയിൽ എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ വൃത്തിയായിട്ട് ഇടാൻ പറ്റും. കുറച്ചിട്ടാൽ മതി. എന്നിട്ട് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ലെയറുകൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് ഞൊറിഞ്ഞെടുക്കാം. ചെറിയ ചെറിയ പ്ലീറ്റുകളായിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ പ്ലീറ്റുകൾ എടുത്ത് ഒരു സ്ട്രിങ് പോലെ ആയി കഴിയുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ലൂസായിട്ട് ചുരുട്ടിയെടുക്കുക. ആ ലെയറുകൾ തമ്മിൽ അമർത്താതെ നല്ല ലൂസായിട്ട് തന്നെ ചുരുട്ടിയെടുത്താൽ മതി ഇതുപോലെ. ഇനി ഇതിൻ്റെ ആ അറ്റം ഉണ്ടല്ലോ, നമ്മൾ ചുരുട്ടി എടുത്തു കഴിയുമ്പോൾ ഉള്ള അറ്റം താഴേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ലെയർ ചെയ്ത് ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നിൻ്റെയും മുകളിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ ഈ സമയത്ത് എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ആ ലെയർ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും മുകളിൽ കുറച്ച് എണ്ണ ഒഴിക്കണം. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് അടച്ച് തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ മുകളിൽ ഡ്രൈ ആയി പോവും. അപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 10 മിനിറ്റ് ആയി. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഞാനിതൊരു ചപ്പാത്തി പലകയിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. ഒന്നുകിൽ കൈവച്ച് തന്നെ പരത്താം, അല്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തി കോല് വെച്ചിട്ട് പതുക്കെ പരത്തി കൊടുക്കാം. ചപ്പാത്തി പലകയിൽ വെച്ച് ചെയ്യുവാണെങ്കിൽ അതിങ്ങനെ കറക്കി കൊടുത്താൽ മതി. നമ്മൾ ഈ മാവ് കൈകൊണ്ട് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ പരത്തുമ്പം ഒരുപാട് അമർത്താതെ പതുക്കെ പരത്തിയാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായതുകൊണ്ട് പതുക്കെ റോൾ ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് പരന്നോളും. അങ്ങനെ അമർത്താതെ ചെയ്യുമ്പോഴത്തേക്കും ആ ലെയർ എല്ലാം അതുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഒരുപാട് കട്ടി കുറച്ച് പരത്തണ്ട, എന്നാൽ ഒത്തിരി കട്ടിയാവുകയും വേണ്ട. ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിനകത്തേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന പൊറോട്ട ഇടണം. കാരണം ചൂട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ പൊറോട്ട ഇട്ട് കുക്ക് ചെയ്യേണ്ടി വരും. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിനും ഹൈ ഫ്ലെയിമിനും ഇടയിലിട്ടിട്ട് മാക്സിമം ഒരു 3 മിനിറ്റ് അത്രയും നേരം മാത്രം പൊറോട്ട കുക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ അത് കട്ടിയായി പോകും. അപ്പോൾ പാൻ നല്ല ചൂടായതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ട് വേണം ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മേളിലുണ്ടായിരുന്ന എണ്ണയൊക്കെ അങ്ങ് ഡ്രൈ ആവും. കണ്ടോ, ഇതുപോലെ ആവും. ആ സമയത്ത് ഇതിൻ്റെ മേളിലേക്ക് ഒരു അല്പം എണ്ണ, 2-3 തുള്ളി എണ്ണ മതി, ഒരുപാട് വേണ്ട, ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തും എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഡാൽഡ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇത് വീണ്ടും ഒരു 1-2 പ്രാവശ്യം കൂടി തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുത്താൽ മതി.
പൊറോട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ആ ലെയറൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ പുറമേ കണ്ടോ നല്ല ഒരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലെയർ കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. പൊറോട്ടയെല്ലാം ഞാനിവിടെ ചുട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചൂടോട് കൂടി തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കാം. അപ്പോൾ ആ ലെയറെല്ലാം ഇളകി വരും. ഇത് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ലെയറായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള കറിയുടെ കൂടെ കഴിക്കാം. വെജിറ്റബിൾ കറിയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നോൺ വെജ് ഏത് കറി ആയാലും പൊറോട്ടയുടെ കൂടെ വളരെ നല്ലതാണ്. ഞാനിന്ന് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൽഡ ചേർക്കുവാണെങ്കിലാണ് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പൊറോട്ടയുടെ അതേ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൻ.